അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് 23ാമത്തെ പ്രാവശ്യമാണ് ഇപ്പം ക്ലെയിം ചെയ്യുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു യുദ്ധത്തിന് സീസ് ഫയർ ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് ആധികാരികമായിട്ട് വീണ്ടും പറയുകയാണ്. അപ്പം ഇതിനെ ചൊല്ലി ഇന്ത്യക്കുള്ളിൽ തന്നെ ഇപ്പം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടികൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന പറഞ്ഞാൽ ട്രംപ് ഇത്തവണ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് നിങ്ങൾ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തമ്മിൽ ഉണ്ടാകുന്ന ട്രേഡ് ഡീൽ ആ ചർച്ച നടക്കത്തില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതായത് നമ്മളിനി തുടർന്ന് അങ്ങോട്ട് ഒരു ട്രേഡ് ടോക്ക്, അതായത് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അമേരിക്കയിൽ ചെന്ന് ഒരു നെഗോസിയേഷൻ ടോക്ക് നടത്തിയായിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല എന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് ട്രംപ് തന്നെ ഇപ്പം നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊരു സൈഡിലിരിക്കട്ടെ. ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എന്താണ് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ സൈഡിൽ നിന്നും അമേരിക്കയിലോട്ട് ഒരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് ഒരു വിളി പോയിട്ടുണ്ട്. അതിന്റെ കാരണം തന്നെ നമ്മൾ കിരാന ഹിൽസിൽ നടത്തിയ ബ്രഹ്മോസ് മിസൈൽ വെച്ച് നടത്തിയ അറ്റാക്കിന്റെ ഫലമായിട്ടാണ് ആ ഒരു കോൾ പോയതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധത്തിന്റെ സ്വിച്ച് അമേരിക്കയുടെ കയ്യിലാണെന്ന് അമേരിക്ക ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അപ്പൊ അമേരിക്കയുടെ താല്പര്യമായിരുന്നു യുദ്ധം നിർത്തണം എന്നുള്ളത്. അതായത് കിരാന ഹിൽസ് വരെ ഇന്ത്യ എത്തി, അവിടെയും ടാർഗറ്റ് സെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞതിനു ശേഷമാണ് അമേരിക്ക ഇടപെടുന്നത്. ആ സാഹചര്യത്തിൽ ട്രംപ് ഇടപെട്ട് ഈ ഒരു യുദ്ധം നിർത്തി എന്ന് ഇന്ത്യ പറയേണ്ടതില്ല. പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന കക്ഷിയാണ് ട്രംപ്. ഇന്ത്യ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ ഇന്ത്യ എന്തുകൊണ്ടാണ് ട്രംപ് ഇടപെട്ടില്ല എന്ന് പറയുന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള കാരണം, ട്രംപ് ഇറ്റ്സ് നോട്ട് എ മിഡിൽ മാൻ. ട്രംപ് പാകിസ്ഥാന്റെ സൈഡിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കിരാന ഹിൽസ്, ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഇങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്. ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്. ഇന്ത്യൻ ജിയോ പൊളിറ്റിക്സ് ഇത് ഇങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്. ഇന്ത്യ എന്തുകൊണ്ടാണ് ട്രംപിന്റെ ഇടപെടൽ ഇല്ല എന്ന് പറയുന്നതിന്റെ വ്യക്തമായ കാരണം ഇതാണ്. അതായത് ഇന്ത്യക്കൊന്നും അറിയില്ല, ട്രംപ് ഏതോ മിഡിൽ മാൻ ആണ് എന്നുള്ള നിലയിലാണ് ട്രംപ് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇസ് നോട്ട് എ മിഡിൽ മാൻ. ട്രംപ് പാകിസ്ഥാന്റെ ഉള്ളിൽ കിരാന ഹിൽസിൽ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റോറേജ് ഉള്ള സ്ഥലത്ത് വരെ ഇന്ത്യ അടുത്തെത്തി. ആ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇടയിൽ വന്ന് വീണിട്ട് ഇന്ത്യ എടുത്ത് റിക്വസ്റ്റ് ചെയ്ത് പാകിസ്ഥാനെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാനും അമേരിക്കയും പാകിസ്ഥാന്റെ ഉള്ളിൽ ആണവായുധം സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ രണ്ടുപേരും കൂട്ടുകക്ഷികളാണ്. അമേരിക്ക പറഞ്ഞത് കൊണ്ട് യുദ്ധം നിർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ അത് അങ്ങ് അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് നമ്മൾ ഓക്കെ അങ്ങനെയാണെന്ന് പറയണോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് യു ആർ ദ പാർട്ട്ണർ ഓഫ് പാകിസ്ഥാൻ. അങ്ങനെയാണ് ഓരോ ഇന്ത്യൻ സിറ്റിസണും ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ പാശ്ചാത്യ ശക്തികൾ ഇന്നല്ല, പല തവണയായിട്ട് ഇതേപോലത്തെ ഉഡായ്പകളുമായിട്ട് ഇറങ്ങും. അതിനൊന്നും നമ്മൾ പത്തി താഴ്ത്തേണ്ട ഒരാവശ്യമില്ല. ആവശ്യമാണെങ്കിൽ ഓക്കെ, അനാവശ്യമായ രീതിയിൽ നമ്മൾ ആർക്കും തന്നെ വഴങ്ങി കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇനി ട്രംപ് 23 33 പ്രാവശ്യം പറഞ്ഞാലും ഇന്ത്യയുടെ മറുപടി തന്നെയാണ്. അതായത് അമേരിക്ക ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ മാറ്റം, ഒരു മൾട്ടിപോളാർ ഡിപ്ലോമസി അനുസരിച്ച് ഇന്ത്യ അമേരിക്കയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇന്ത്യൻ ഡയസ്പൊറ ഇല്ലാണ്ട് അമേരിക്ക ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്രമാത്രം ഇന്ത്യൻ പോപ്പുലേഷൻ ഉണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. വലിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ വെറുതെ അല്ലല്ലോ മോദിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഹൗഡി മോഡിയൊക്കെ നടത്തിയത് ട്രംപ്. അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. അത് ഇല്ലാത്തത് കൊണ്ടാണ് ട്രംപ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ട്രംപിന് നല്ല ബന്ധമുണ്ട്. അപ്പൊ ഏത് നേരത്തും ഒരു ഫോൺ കോൾ ചെയ്ത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഫസ്റ്റ് ഫോൺ കോളിൽ തന്നെ നിങ്ങൾ യുദ്ധം നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും മുഖത്തടിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട, ഒന്നും ചെയ്യേണ്ട എന്ന് നമ്മൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നമ്മൾ കേൾക്കേണ്ടത് കേൾക്കും, അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം അയാൾ പറഞ്ഞിട്ട് നമ്മൾ യുദ്ധം നിർത്തി എന്നുള്ളതല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഗ്ലോബൽ ഫോറത്തിൽ വെച്ചിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇതിനുള്ള മറുപടി കൊടുത്തിരിക്കും, അത് ഉറപ്പാണ്. അന്ന് ട്രംപ് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ആ ടേബിളിലും പ്രസ് മീറ്റിലും ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത് യൂറോപ്യൻസിനും ഒക്കെ ആയിരിക്കും, അതുപോലെ അത് കേട്ടോണ്ടിരിക്കാൻ പല ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഇന്ത്യക്കെതിരെ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇന്ത്യക്ക് മറുപടി പറയാൻ നല്ല രീതിയിൽ അറിയാം. നമ്മൾ പല ഫോറംസിലും നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് ഇതിന് ഉത്തരം പലർക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കും. അമേരിക്ക എങ്കിൽ അമേരിക്ക, അത്ര തന്നെ നമ്മൾ മറുപടി പറഞ്ഞിരിക്കും. പിന്നെ ഈ ഉൽഫാ തീവ്രവാദികൾക്ക് വേറെ താവളം നോക്കണം. അതായത് ഇനി അവിടെ ഒരു ഹൈഡ് ഔട്ട് പോസിബിൾ അല്ല. എവിടെ? ഇൻഡോ മിയാൻമാർ
ആ ഒരു ബോർഡർ ഏരിയയിൽ ഇനി ഒരു ഹൈഡ് ഔട്ട് സാധ്യമല്ല. അതുകൊണ്ട് വേറൊരു സ്ഥലം നോക്കുക എന്നുള്ളതാണ് അവരിപ്പം നേരിടുന്ന പ്രതിസന്ധി. ഉൾഫ തീവ്രവാദികൾ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ വേറെ ഹൈഡ് ഔട്ട് നോക്കുന്നതായിട്ടാണ് അവർ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, തുടരെ ഡ്രോൺ അറ്റാക്ക് നടക്കുന്നുണ്ട്. അത് എങ്ങനെ നടക്കുന്നു, എവിടെ നിന്ന് വരുന്നു, ഏത് രീതിയിൽ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരു വിവരമില്ല. അവർ നോക്കുമ്പോഴത്തേക്കും ഈ ബോർഡർ സൈഡിലാണല്ലോ അവർ തമ്പടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യ എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നു ബ്ലൈൻഡ് ആയിട്ട്. കാരണം അവരെ ചൈന സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ പാകിസ്ഥാനും അവരെ അതിലൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. കാരണം ചൈനയും പാകിസ്ഥാനും അലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ടോട്ടലി ബ്ലെയിം ചെയ്യുന്നത് ഇന്ത്യയെ തന്നെയാണ്. പിന്നെ ഇന്ത്യ ആണെങ്കിൽ അതിൽ യെസ് എന്നോ നോ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ച വിഷയമാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് ഹൈഡ് ഔട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒളിത്താവളം ഇല്ല ഇപ്പം, അതാണ് പ്രശ്നം. ഏത് ഒളിത്താവളത്തിൽ പോയി അവർ പതിയിരുന്നാലും ഇന്ത്യൻ ചാരക്കണ്ണുകളുമായിട്ട് ഡ്രോൺ അവിടെ എത്തുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യ ചൈന ഡിപ്ലോമസിയിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്നത് ബിയോണ്ട് യു എസ് ഇൻഫ്ലുവൻസിന് അതീതമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ചൈനയും ഇന്ത്യയും തമ്മിൽ കൊണ്ടുവരണം എന്നാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ നമ്മളുടെ മെയിൻ ചാനലിൽ കിടപ്പുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്തോളൂ. വിശദമായ വിവരങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തൈവാൻ ഒരു മിലിറ്ററി ഡ്രില്ല്, നേവൽ ഡ്രില്ല്, അതേപോലെ തന്നെ ലാൻഡ്, സ്കൈ എല്ലാം കൂടെ ചേർന്നിട്ട് വലിയൊരു ഡ്രില്ല്. എന്തിനു വേണ്ടി ഇത് സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ തൈവാൻ പോലത്തെ ഒരു രാജ്യം ഇത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല, ചെയ്യാം. ഡ്രില്ലൊക്കെ അവർക്ക് ചെയ്യാം, അതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. കാരണം അവർ ചെറിയൊരു ടെറിട്ടോറിയൽ ഏരിയയാണ്. അതിനകത്ത് അവർക്ക് മിലിറ്ററി പരേഡും ഡ്രില്ലും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ചൈന ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ അമേരിക്കയുടെ കുത്തിത്തിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അമേരിക്ക മാസങ്ങളോളം അവിടെ തമ്പടിച്ച് ഏതാണ്ട് 600-700-ലധികം US മിലിറ്ററി ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അവിടെ ട്രെയിനിങ് കൊടുത്തായിരുന്നു. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മിലിറ്ററി ഡ്രിൽ അവിടെ സംഘടിപ്പിച്ചത്. ഈ മിലിറ്ററി ഡ്രില്ലിന്റെ ചെറിയ ക്ലിപ്പുകൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളതൊന്ന് നോക്കി പൊക്കോളൂ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോപ്പ് ഡ്രില്ലാണ് അവർ നടത്തിയത്. ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ബോംബിംഗ് എല്ലാം തന്നെയാണ് അവർ നടത്തി കാണിച്ചത്. ഈ മോപ്പ് ഡ്രിൽ കഴിഞ്ഞിട്ട് തായ്വാന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തായ്പേയ് എന്ന് പറഞ്ഞാൽ തായ്വാന്റെ തലസ്ഥാനമാണ്. തായ്പേയിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മോപ്പ് ഡ്രിൽസ് ഒക്കെ നടത്തുന്നത് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഡയറക്റ്റ് വാർണിംഗ് ടു ചൈന, അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് ചൈനയെ ചൊടിപ്പിക്കും, ഉറപ്പാണ്. ഇനി ചൈന പിന്നെ ഏത് നേരത്തും മിലിറ്ററി പരേഡ് നടത്താൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അവർ വച്ചിരിക്കുന്നത് പാട്ട സാധനമാണെങ്കിലും അവരെടുത്തുകൊണ്ട് പോയി മിലിറ്ററി ഡ്രില്ലൊക്കെ നടത്തും. ബോംബ് വീണാ പിന്നെ ആള് ചാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ചൈന ഉടനെ തന്നെ അടുത്ത മോപ്പ് ഡ്രില്ലുമായിട്ട് ഇറങ്ങും, അത് ഉറപ്പാണ്. മോപ്പ് ഡ്രില്ല് കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ നടത്താനാണ് സാധ്യത ഇത്തവണ. തൈവാൻ എന്ന് പറഞ്ഞത് ഈ മലനിരകൾ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ആ മലകളുടെ മുകളിൽ നിന്നും കടലിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. US മെയ്ഡ് ജാവലിനൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. US ധാരാളം ആയുധങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ജാവലിനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ തായ്വാന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ കടൽ തീരത്ത് വരുന്ന ആൾക്കാരെ ഈസി ആയിട്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യാം. ഈ തായ്വാൻ സ്ട്രൈറ്റിലേക്ക് വരുന്ന ആ കപ്പലുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ചൈനയുടെ വെസൽസ് ഒക്കെ അതിലേക്ക് കടന്നു വരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് ടാർഗറ്റ് ചെയ്യാം. അതാണ് തായ്വാന്റെ ഒരു പ്ലസ് പോയിന്റ്. ചുറ്റാകെ അവർക്ക് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയിലുള്ള സ്പേസ് ആണ്, ആ രീതിയിലുള്ള വിസിബിലിറ്റി ഉണ്ട്. അത് തന്നെയാണ് ചൈനയുടെ പ്രതിസന്ധിയും. തായ്വാനെ ചൈന പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. 1940-കൾ മുതലേ ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ തായ്വാനെ പിടിക്കാനും. തായ്വാൻ ചൈനയാണ്, ചൈനയുടെ ഇന്റഗ്രൽ പാർട്ടാണെന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവസരം നോക്കി ഇങ്ങനെ ഇരിക്കും. അവരത് തീർച്ചയായിട്ടും അതിലേക്കുള്ള ഒരു അപ്രോച്ച് അവർ നടത്തും. തായ്വാനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ചാലഞ്ച് തന്നെ ഇതാണ്. അത് അവർക്ക് നല്ല രീതിയിൽ അറിയാം. നേരെ മറിച്ച് ലാൻഡിലേക്ക് നോക്കൂ, ടിബറ്റൊക്കെ ഏത് രീതിയിലാണ് അവർ വളച്ചെടുത്തത്, അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അവർക്ക് ഒരു ലാൻഡ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ തായ്വാന്റെ മേളിൽ അവർ ഇതിനു മുമ്പ് തന്നെ നടപടി എടുത്തേനെ. പക്ഷെ ലാൻഡ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ചൈന ഒരു പ്രതിസന്ധി നേരിടുന്നത്. ചില സ്ട്രാറ്റജിക് പോയിന്റ്സ് ഉണ്ട്, അത് വീക്കാണ് ഈ ചൈനയും തായ്വാനും തമ്മിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും. കാരണം ചൈനയ്ക്ക് ഒരു പക്ഷേ തായ്വാനെ പിടിച്ചടക്കാൻ കഴിയുമായിരിക്കും. പിന്നെ അന്താരാഷ്ട്ര പ്രഷർ, ഗ്ലോബൽ പ്രഷർ, അമേരിക്കയുടെ ഇടപെടൽ, ഇതൊക്കെ വരും. അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ചൈനയ്ക്ക് സംഭവിക്കും തായ്വാനുമായിട്ട് മുട്ടാൻ പോയി കഴിഞ്ഞാൽ. അതാണ് ചൈന കുറച്ചിങ്ങനെ ബാക്ക് അടിച്ച് നിൽക്കുന്നത്. ഇതൊരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ട് തന്നെ ചൈന അങ്ങോട്ട് കൊണ്ടുപോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യത്തിന് പോയി പിടിച്ചടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.